Hello dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വൈകുന്നേരങ്ങളിൽ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആണ്. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും, അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ സ്പെഷ്യൽ കോഴ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ്. ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം, ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 6ാമത്തെ യൂണിറ്റ് ആണ് മാനത്തേക്ക്. നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചില്ലേ? യെസ്. അപ്പ് above the sky. Up above the sky. മാനത്തേക്ക്. അതിൽ നിന്നുമുള്ള കുറച്ച് ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ആദ്യം എന്താണ് നോക്കുന്നത് അറിയാവോ? എല്ലാവരും എങ്ങോട്ടേക്കാ നോക്കുന്നേ? മാനത്തേക്കാ. എന്തൊക്കെയാ മാനത്തുള്ളത്? ആകാശത്ത് എന്തൊക്കെയാ ഉള്ളേ? എന്തൊക്കെയാ അറിയാം? നോക്കിയേ, ആകാശത്ത് എന്തൊക്കെയുണ്ട്? നിറയെ സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടോ സൺ, മൂൺ, ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം എന്താണ് പഠിക്കുന്നതെന്ന് അറിയാവോ? നിലാവ്. എന്താ? നിലാവ്. എന്താണ് നിലാവ്? മൂൺ ലൈറ്റ്. നിലാവെന്ന് പറഞ്ഞാൽ മൂൺ ലൈറ്റ്. നിലാവെന്ന് പറഞ്ഞാൽ എന്താ? മൂൺ ലൈറ്റിനെയാണ് നിലാവ് എന്ന് പറയാം. എന്താണ് നിലാവെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ. ഹായ്, എന്തു രസം! പൂർണ്ണചന്ദ്രനും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളും, ആകാശത്തെ മനോഹര കാഴ്ചകൾ. കൂട്ടുകാരെ, ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ? അച്ഛാ, നിലാവിനെന്താ വെയിൽ പോലെ ചൂടില്ലാത്തത്? മാളു ചോദിച്ചു. അപ്പോൾ നിലാവ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിലാവെന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ പോലെ ചൂടുണ്ടോ? ഇല്ല. അപ്പൊ നിലാവ് എന്തിൽ നിന്ന് വരുന്നു? സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ? എന്തിൽ നിന്നാ നിലാവ് ഉണ്ടാവുക? ചന്ദ്രനിൽ നിന്ന്. അപ്പൊ ചന്ദ്രനിൽ നിന്ന് ചൂട് നമുക്ക് കേൾക്കുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. സൂര്യനോ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. The sun is a star. സൺ എന്ന് പറയുന്നത് എന്താ? സ്റ്റാർ ആണ്. Gives out heat and light on its own. സ്വന്തമായിട്ട് ചൂടും പ്രകാശവും എന്ത് ചെയ്യും? സ്റ്റാർ ഉണ്ടാക്കും. ഇപ്പൊ സ്റ്റാറിന് തന്നെ എന്തുണ്ട്? വെളിച്ചവും ഉണ്ട്, പ്രകാശവും ഉണ്ട്, ചൂടും ഉണ്ട്. അപ്പൊ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്താ? ചൂടുണ്ട്. എന്നാൽ ചന്ദ്രനോ സ്വയം പ്രകാശിക്കോ? ഇല്ല. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അതിലെന്തും ഇല്ല, ചൂടും ഇല്ല. അപ്പൊ ചന്ദ്രൻ എന്താ ചെയ്യുന്നേ? തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിലാവിന് എന്താ? ചൂടുണ്ടോ? നിലാവിന് ചൂടില്ല. ചന്ദ്രന്റെ പ്രകാശമല്ലേ ഇവിടെ നിലാവായിട്ട് കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവായിട്ട് കാണുന്നത്. സൂര്യന്റെ പ്രകാശം ചൂടായിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നിലാവിന് വെയിൽ പോലെ ചൂടില്ലാത്തത്? നിലാവ് എന്തിൽ നിന്നാ ഉണ്ടാവുന്നേ? ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവ്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ എന്തില്ല? ചന്ദ്രനിൽ ചൂടില്ല. സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ വരും. ചന്ദ്രനിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ചന്ദ്രൻ ആ പ്രകാശത്തെ നമുക്ക് കാണിച്ചു തരുന്നതാണ് നിലാവ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടുമ്പോ ചന്ദ്രൻ ആ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ആ പ്രകാശമാണ് നിലാവ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പഠിച്ചു. ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവ്. അത് മനസ്സിലായില്ലേ? ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ദാറ്റ് ഗീവ്സ് ഔട്ട്. അത് എന്തൊക്കെയാ പുറത്തേക്ക് വിടുന്നത്? ഹീറ്റ്, ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ആൻഡ് ലൈറ്റ്, പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. ബട്ട് ദ മൂൺ കനോട്ട് ഡു ദാറ്റ്. പക്ഷെ മൂൺ ഇത് ചെയ്യുന്നുണ്ടോ? ലൈറ്റും ഹീറ്റും മൂൺ പുറത്തേക്ക് വിടുന്നുണ്ടോ? ഇല്ല. മൂണിന് ലൈറ്റും ഇല്ല, ഹീറ്റും ഇല്ല.
ഇതെന്താ ചെയ്യുന്നേ? ഇറ്റ് ഓൺലി റിഫ്ലക്ട്സ്. റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താ? ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. ആ മൂണിന്റെ പുറത്ത് പതിക്കുന്ന സൂര്യപ്രകാശമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മൂണിവിടെ പ്രകാശം ഉള്ളതുപോലെ കാണുന്നില്ലേ? പക്ഷെ മൂണിന് പ്രകാശമില്ല. സൺലൈറ്റ് മൂണിൽ തട്ടുമ്പോഴുള്ള ആ പ്രകാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിലാവിന് എന്തില്ലാത്തത്? ചൂടില്ലാത്തത്. അപ്പൊ ആ സൂര്യന്റെ ലൈറ്റ്, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി ആ പ്രകാശമാണ് നമുക്ക് നിലാവായിട്ട് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? യെസ്. ഇപ്പൊ സൂര്യന് താപവും ഉണ്ട്, ചൂടും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ചന്ദ്രനോ? ഹീറ്റും ഇല്ല, ലൈറ്റും ഇല്ല, സ്വയം പ്രകാശിക്കത്തില്ല. ചന്ദ്രൻ എന്താ ചെയ്യുന്നേ? സൂര്യപ്രകാശം, ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. നക്ഷത്രങ്ങൾ. എന്താണ് നക്ഷത്രങ്ങൾ? സ്റ്റാർസ്. എന്താണ് സ്റ്റാർസ്? Stars are heavenly bodies that shine in the sky. ആകാശത്ത് തിളങ്ങുകയാണല്ലോ ചെയ്യുന്നേ. ഇപ്പൊ തിളങ്ങുന്ന ആകാശഗോളങ്ങൾ, ജ്വലിക്കുന്ന, അതായത് ജ്വലിക്കുക, തീ കത്തില്ലേ, അതുപോലെ ജ്വലിക്കുക. ആ ജ്വലിക്കുന്ന തിളങ്ങുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇപ്പൊ സൂര്യനും എന്താ? ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. ഇപ്പൊ സ്റ്റാർസ് ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്താ? ഒരു നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? സൂര്യനെ കുറിച്ച് മനസ്സിലാക്കി, ചന്ദ്രനെ കുറിച്ച് മനസ്സിലാക്കി, സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണെന്നും മനസ്സിലായി. അടുത്തുള്ളത് ഗ്രഹവും ഉപഗ്രഹവും. ഗ്രഹം, ഉപഗ്രഹം. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. ഗ്രഹവും ഉപഗ്രഹവും. എന്താണ് ഗ്രഹം എന്ന് നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. സൂര്യനെ ഒരു നിശ്ചിത പാതയിലൂടെ എല്ലാ പ്രാവശ്യവും ഒരു നിശ്ചിത പാതയുണ്ടാവും. ആ വഴിയെ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. ഒത്തിരി ആകാശഗോളങ്ങൾ ഉണ്ടാവും. ആ ഓരോ ആകാശഗോളങ്ങൾക്കും സൂര്യനെ വലം വയ്ക്കാൻ ഒരു വഴി പോലെ, കാരണം ഒരു റൗണ്ട് പോലെ ഉണ്ടാവും. അതിൽ കൂടി മാത്രമേ ആ ആകാശഗോളം സൂര്യനെ വലം വയ്ക്കത്തുള്ളൂ. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അങ്ങനെ സൂര്യനെ വലം വയ്ക്കുന്ന ഒന്നാണ് ഭൂമി. അപ്പോൾ ഭൂമി എന്താ? ഒരു ഗ്രഹമാണ്. മനസ്സിലായല്ലോ? സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ സൂര്യനെ ഭൂമി എന്ത് ചെയ്യുന്നു? വലം വയ്ക്കുകയാണ്, ചുറ്റുകയാണ്. ഭൂമി അതുകൊണ്ട് എന്താ? ഒരു ഗ്രഹമാണ്. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ അലോങ് എ ഡിഫിനിറ്റ് പാത്ത്. ഒരു പാത്ത് ഉണ്ടാവും, ഒരു പാതയുണ്ടാവും. ആ പാതയിലൂടെ എന്ത് ചെയ്യും? സണ്ണിനെ ഇങ്ങനെ റിവോൾവ് ചെയ്യും, ചുറ്റിക്കറങ്ങും. സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. അതാണ് റിവോൾവ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ. പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ഹെവൻലി ബോഡീസ് ആണ്. എവിടത്തെ? ആകാശത്തെ. ദാറ്റ് റിവോൾവ്. ഹെവൻലി ബോഡീസ് എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങൾ. പ്ലാനറ്റ് എന്ന് പറയുന്ന ആകാശഗോളങ്ങളാണ്. എവിടത്തെയാ? ഇൻ ദ സ്കൈ, ആകാശത്ത്. ദാറ്റ് റിവോൾവ്, അത് ചുറ്റിക്കറങ്ങുന്നു. അറൗണ്ട് ദ സൺ, സണ്ണിന് ചുറ്റും വലം വയ്ക്കുന്നു. അലോങ് എ ഡെഫിനിറ്റ് പാത്ത്, ഒരു പാത്ത് ഉണ്ട്, ആ പാതയിലൂടെ അത് വലം വയ്ക്കുന്നു. ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്. എർത്ത് എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. കാരണം എർത്ത് എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, ചുറ്റിക്കറങ്ങുന്നു. എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങിയാണ്. അതുകൊണ്ട് എർത്ത് എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. ഇനി സാറ്റലൈറ്റ് എന്താണെന്ന് നോക്കാം. ഉപഗ്രഹങ്ങൾ. സാറ്റലൈറ്റ്, ഉപഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നതാണ് ഗ്രഹം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളം എന്താ? ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ
ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കുന്ന സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് പ്ലാനറ്റ്. പ്ലാനറ്റിനെ റിവോൾവ് ചെയ്യുന്നത് എന്താ? റിവോൾവ് അറൌണ്ട് പ്ലാനറ്റ് എന്താണ്? സാറ്റലൈറ്റ്സ്. അപ്പൊ സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്. പ്ലാനറ്റ്സും ഹെവൻലി ബോഡീസ് ആണ്. സാറ്റലൈറ്റും ഹെവൻലി ബോഡീസ് ആണ്. സ്റ്റാർസും ഹെവൻലി ബോഡീസ് ആണ്. ഓക്കെ, സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ്, പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്, സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്. എല്ലാം ആകാശഗോളങ്ങളാണ്. പ്ലാനറ്റ്സ് എന്താ ചെയ്യുന്നേ? ആ ആകാശഗോളങ്ങൾ എന്താ ചെയ്യുന്നേ? സണ്ണിന് ചുറ്റും കറങ്ങുന്നു, റിവോൾവ് അറൌണ്ട് ദ സൺ. സാറ്റലൈറ്റ് എന്താ ചെയ്യുന്നേ? റിവോൾവ്സ് അറൌണ്ട് പ്ലാനറ്റ്സ്, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നു. അപ്പൊ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുകയാണെങ്കിൽ എന്താ? ഉപഗ്രഹങ്ങൾ. അങ്ങനെ ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണല്ലോ. നമ്മൾ പറഞ്ഞു ഭൂമി ഒരു ഗ്രഹമാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്, ഒരു ഗ്രഹമാണ്. ഈ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹം ഏതാ? ചന്ദ്രൻ. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ചുറ്റും കറങ്ങുകയാണ്. അതുകൊണ്ട് ഭൂമിയുടെ സാറ്റലൈറ്റ് എന്താണ്? ചന്ദ്രനാണ്. ഓക്കെ, ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. മൂൺ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. ഭൂമി എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. മൂൺ എന്ന് പറയുന്നത് എന്താ? സാറ്റലൈറ്റ് ആണ്. സൺ എന്ന് പറയുന്നത് എന്താ? സ്റ്റാർ ആണ്. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. പ്ലാനറ്റ് എന്ന് പറയുന്നത് ഭൂമി എന്ന് എർത്ത് എന്ന് പറയുന്നത് പ്ലാനറ്റ്. ഭൂമി എന്ന് പറയുന്നത് പ്ലാനറ്റ്. ചന്ദ്രൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റ്, ഉപഗ്രഹമാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇപ്പൊ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സ്റ്റാർ, സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്. നക്ഷത്രം. ഓക്കെ, അടുത്തെന്താ പറഞ്ഞേ? ഗ്രഹം. ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സൂര്യനാണെങ്കിൽ ഈ സൂര്യന് ചുറ്റും എന്താണ്? ഇതുപോലെ എന്തുണ്ടാവും? ഓരോ പാത്ത് ഉണ്ടാവും, ഡെഫിനിറ്റ് പാത്ത് ഉണ്ടാവും. ഇപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഇതാണെങ്കിൽ ഈ ഭൂമി ഇതിൽ കൂടെ ഇങ്ങനെ ചുറ്റും. ഓക്കെ, ഈ ലൈനിൽ കൂടെ മാത്രം എന്ത് ചെയ്യും? ഭൂമി ഇങ്ങനെ കറങ്ങും. അപ്പൊ റിവോൾവ് അറൌണ്ട് ദ സൺ ആണ് എന്താ? ഗ്രഹം. ഭൂമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രഹമാണ്. ഇനി ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ആരാണ്? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ചന്ദ്രനാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? യെസ്. ഇവിടെ നോക്കണേ, അടുത്തെന്താണ് നോക്കിയേ? ഭൂമി സ്വയം കറങ്ങും. അത് നിങ്ങൾക്കറിയാവോ? ഭൂമി സ്വയം കറങ്ങും. അതിനെ എന്ത് പറയുമെന്നറിയാവോ? ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയുമെന്നറിയാവോ? റൊട്ടേഷൻ എന്ന് പറയും. ഭ്രമണം. എന്താ പറയാ? ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റ്. ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാ. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയും? ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താ പറയാ? ഭ്രമണം എന്നാണ് പറയാ. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയും? ഭ്രമണം. ഭൂമി ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ദ സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ പമ്പരം കറങ്ങുന്ന അറിയാലോ? അതുപോലെ ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ഓഫ് ദ എർത്ത്. ഭൂമി സ്വയം കറങ്ങുന്നു. ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. അങ്ങനെ ഭൂമി സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരാൻ ഒരു ഭ്രമണം പൂർത്തിയാകുക. അതായത് ഒരു പ്രാവശ്യം ഭൂമി സ്വയം തിരിയും കേട്ടോ. അല്ലാതെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതല്ല, വലം വയ്ക്കുന്നതല്ല. ഭൂമി സ്വയം, നിങ്ങൾ സ്വയം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു ഒന്ന് നോക്കിയേ, ടേൺ അറൗണ്ട്. യെസ്, അതുപോലെ ടേൺ അറൗണ്ട് പോലെ ഭൂമി എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കറങ്ങാനായിട്ട്, ഒരു പ്രാവശ്യം തിരിയാനായിട്ട് 24 hours വേണം. ഈ 24 hours-നെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമി ഒരു പ്രാവശ്യം സ്വന്തമായിട്ട് തിരിയുന്നതാണ് ഒരു ദിവസം. ഓക്കെ, മനസ്സിലായോ? ഇനി ഭൂമി സ്വന്തമായിട്ട് തിരിയുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? സൂര്യനെയും കൂടെ ചുറ്റുകയാണ്. സൂര്യനെ വലം വയ്ക്കുക, റിവോൾവ് അറൌണ്ട് ദ സൺ. ഭൂമി കറങ്ങി 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 എന്ത് ചെയ്യും? നോക്കണേ, കറങ്ങി 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 കറങ്ങിയാണ് ഈ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നത്? വലം വയ്ക്കുന്നത്. അങ്ങനെ ഒരു തവണ
സൂര്യന് വലം വയ്ക്കാൻ എത്ര ദിവസം വേണമെന്നറിയാവോ? 1 വർഷം. 1 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 365 ദിവസം എന്ത് വേണം? ഈ ഭൂമിക്ക് കറങ്ങി 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 സൂര്യനെ വലം വയ്ക്കാനായിട്ട് വേണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു, സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുക. ഇതിനെന്ത് പറയും? പരിക്രമണം. ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. The spinning of the earth on its own axis. എർത്ത് എന്ത് ചെയ്യുന്നു? സ്പിൻ ചെയ്യുന്നു, സ്വന്തമായിട്ട് കറങ്ങുന്നു. അതിനെന്ത് പറയുന്നു? റൊട്ടേഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 24 hours ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷന് 24 hours വേണം. ദിസ് ഈസ് 1 day. അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സ്വന്തമായിട്ട് കറങ്ങി വരുന്നത്. അപ്പോൾ ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നതോടൊപ്പം ആർക്ക് ചുറ്റും കറങ്ങുന്നു? ദ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അതിന് റെവല്യൂഷൻ എന്ന് പറയും. റെവല്യൂഷൻ അറിയാലോ, റിവോൾവ് ചെയ്യുക, റിവല്യൂഷൻ. ഓക്കെ, അതിനെത്ര ദിവസം വേണം? 1 വർഷം. അതായത് 365 ഡേയ്സ്. 365 എന്താണ് ഡേയ്സ്? എന്തിന് വേണം? റിവല്യൂഷൻ. അതായത് സൂര്യന് ചുറ്റും കറങ്ങാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പോൾ ഭൂമി സ്വയം കറങ്ങാനായിട്ട് 24 hours മതി. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാനായിട്ട് 1 വർഷം വേണം. 365 ദിവസം വേണം. അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യൻ എന്ത് ചെയ്യുന്നു? ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇതിനെന്ത് പറയുന്നു? പരിക്രമണം. ഇതിനെ പറയുന്ന പേരാണ് പരിക്രമണം. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് സൂര്യൻ. സൂര്യൻ എന്ത് ചെയ്യാണ്? സ്വന്തമായിട്ട് സൂര്യൻ കറങ്ങും കേട്ടോ. സൂര്യൻ ഇതാ നിൽക്കുകയാണേ, സൂര്യൻ. അപ്പൊ സൂര്യന് ചുറ്റും ആരാണ് ഇങ്ങനെ കറങ്ങുക? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങും. ഇനി ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു? ഈ സൂര്യൻ, ഈ സ്റ്റാറിന് ചുറ്റും, ഈ സൂര്യന് ചുറ്റും കറങ്ങുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? മൂണെന്ന് പറയുന്നത് എന്താ? സാറ്റലൈറ്റ്. ആർക്കു ചുറ്റും കറങ്ങുന്നു? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ഓക്കെ, ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു, സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു. സാറ്റലൈറ്റ്, ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നു, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് സണ്ണിന് ചുറ്റും എർത്ത് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. എർത്ത് റൊട്ടേറ്റും ചെയ്യുന്നു, റിവോൾവും ചെയ്യുന്നു. സ്വയം കറങ്ങി 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 എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവും ചെയ്യുന്നു. മൂണെന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. മൂൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ റിവോൾവ് ചെയ്യുന്നു, റിവോൾവ് അറൗണ്ട് ദ എർത്ത്. സാറ്റലൈറ്റ് ആണ് മൂൺ. എർത്ത് എന്ന് പറയുന്നത് പ്ലാനറ്റ് ആണ്. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ഓക്കെ, ഇത് മൂന്നും ആകാശഗോളങ്ങളാണ്, ഹെവൻലി ബോഡീസ് ആണ് സ്കൈയിലെ. ക്ലിയർ ആയോ? യെസ്. ന്യൂ മൂൺ ഡേ. എന്താ ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ? അമാവാസി. ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? അമാവാസി. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടോ? സൂര്യന്റെ പ്രകാശം എപ്പോഴാണോ ചന്ദ്രന്റെ മേൽ തട്ടുന്നത്, ചന്ദ്രൻ അത് പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശം. അതാണ് നിലാവ് എന്ന് പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അല്ലാതെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല? പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ മേൽ തട്ടുമ്പോൾ, ആ ചന്ദ്രന്റെ മേൽ പതിക്കുമ്പോൾ, ആ പ്രകാശമാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? ചന്ദ്രന്റെ പ്രകാശമായിട്ട് കാണുന്നത്. അത് പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? യെസ്, ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അമാവാസി? എന്താണ് കറുത്ത വാവ്? എന്താണ് വെളുത്ത വാവ്? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ ആര് കറങ്ങുന്നു? ഭൂമി കറങ്ങുകയാണ്. സൂര്യനെ ആര് കറങ്ങുന്നു? ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു, ഭൂമി സൂര്യനെയും കറങ്ങുന്നു. അത് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇനി ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. അതായത് പ്ലാനറ്റ്, ഗ്രഹമാകുന്ന ഭൂമിയെ ഉപഗ്രഹമാകുന്ന ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ഓർമ്മയുണ്ടോ?
ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും നോക്കിയേ ഒരേ നേർരേഖയിൽ വരും. സൂര്യൻ ആര് കറങ്ങുന്നു? ഭൂമി കറങ്ങുകയാണ്. അപ്പൊ ഭൂമി കറങ്ങി ഇവിടെ എത്തി. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ കറങ്ങി ഇവിടെ എത്തി. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി കണ്ടായിരുന്നോ? അപ്പൊ ചന്ദ്രനും കറങ്ങുന്നുണ്ട്, ഭൂമിയും കറങ്ങുന്നുണ്ട്. സൂര്യന്റെ പ്രകാശം ആരുടെ മേൽ വരും? ഭൂമിയുടെ മേൽ വരും, ചന്ദ്രന്റെ മേൽ വരും. അപ്പൊ ഇവിടെ നോക്കിയേ, ചന്ദ്രനിൽ പകുതി ബ്ലാക്കും പകുതി വൈറ്റും കണ്ടോ? അപ്പൊ ഇത് വെളുത്ത വാവും ഇത് കറുത്ത വാവും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം എന്തായിട്ടാ കാണുന്നേ? ഇരുണ്ട് കാണുന്നു. ഓക്കെ, അതായത് സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം, ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് നേരെ ഫേസ് ചെയ്തിട്ട് ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായി കഴിയില്ല. അപ്പോൾ നേർരേഖയിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം എന്താണ്? ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമോ? കാണാനായിട്ട് പറ്റില്ല. ഇതാണ് അമാവാസി, കറുത്ത വാവ്. ചന്ദ്രനെ കാണാനായിട്ട് കഴിയില്ല. കാരണം എന്താ? ചന്ദ്രന്റെ മുകളിൽ പ്രകാശം തട്ടുന്നുണ്ട്, പ്രകാശം പതിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഇല്ല. ചന്ദ്രന്റെ മുകൾ ഭാഗത്താണ് പ്രകാശം പതിക്കുന്നത്. പൂർണ്ണമായിട്ട് പതിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഭൂമിയിൽ നിന്ന് കാണാനായിട്ട്, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്നത് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്താണ് അമാവാസി, എന്താണ് കറുത്ത വാവ് എന്ന് നമുക്ക് നോക്കാം. The moon is not seen at all when the part of the moon that does not get sunlight faces the earth. അപ്പോൾ സൺലൈറ്റിന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നില്ല. ആ ദിവസം എന്താണ്? ഇരുണ്ടായിരിക്കും. അതാണ് ന്യൂ മൂൺ, അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് കറുത്ത വാവ് എന്ന് മനസ്സിലായല്ലോ? സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നില്ല. ചന്ദ്രനിൽ പതിക്കുന്നു, പക്ഷെ ആ ഭാഗം നമുക്ക് എന്താണ്? ഇരുണ്ടാണ് കാണുന്നത്. നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രന്റെ മുകൾ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? സൂര്യന്റെ പ്രകാശം പതിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഇരുണ്ട ഭാഗമാണ് കാണാൻ കഴിയുന്നത്. അതാണ് എന്താ? കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴാണ്? സ്ട്രെയിറ്റ് ലൈൻ. എന്തൊക്കെയാ സ്ട്രെയിറ്റ് ലൈൻ? സൺ, മൂൺ, എർത്ത്. Sunlight falls be seen from the earth when the sun, the moon and the earth coming in a straight line. Sun, moon and the earth come in a straight line. Sun, moon, earth. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി സ്ട്രെയിറ്റ് ലൈനിൽ വരും. കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ എന്താണ്? ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ആൾ. മൂണിനെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ? സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഫേസസ് ദ എർത്ത്. സൺലൈറ്റിന്റെ പ്രകാശം കിട്ടാത്തത് കൊണ്ട് ആ ഇരുണ്ട ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ, സൺലൈറ്റ് വരാത്ത, സൺലൈറ്റ് പതിക്കാത്ത ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Not seen at all when the part of the moon that does not get sunlight faces the earth. This day is called new moon day. അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയും. ഓക്കെ, സൂര്യൻ പ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇനി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമെങ്കിലോ? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ഭാഗമാണ് പൗർണമി, വെളുത്ത വാവ്. സൺലൈറ്റിന്റെ, സൂര്യപ്രകാശം ചന്ദ്രനിൽ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുമല്ലോ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ, അതാണ് നമ്മൾ റൗണ്ടായിട്ട് കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് വെളുത്ത വാവ്. ഓക്കെ, എന്താണ് പൗർണമി, എന്താണ് വെളുത്ത ഫുൾ മൂൺ ഡേ? ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത് കറുത്ത വാവാണ്. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ദ ഡേ ഓൺ വിച്ച് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫുള്ളി വിസിബിൾ ഫ്രം ദ എർത്ത്. അപ്പോൾ ആ പ്രകാശമുള്ള ഭാഗം
മൂണിന്റെ പ്രകാശമുള്ള ഭാഗം എർത്തിൽ നിന്നും പൂർണ്ണമായും കാണാൻ കഴിയും. അതാണ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത് എന്താണ്? അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. അമാവാസി എന്ന് പറയുന്നതും കറുത്ത വാവ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പൗർണമി എന്നും വെളുത്ത വാവ് എന്നും പറയുന്നത് മനസ്സിലായല്ലോ. അത് ഫുൾ മൂൺ ഡേ ആണ് പൗർണമി എന്നും വെളുത്ത വാവ് എന്നും പറയുന്നത്. ന്യൂ മൂൺ ഡേനെയാണ് അമാവാസി എന്നും കറുത്ത വാവ് എന്നും പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതാണ് അമാവാസി. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. മനസ്സിലായോ? ഈ പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? കറുത്ത വാണ്. കാരണം എർത്തിന്റെ അവിടെ എന്താണ്? ബ്ലാക്ക് ആണ്. എർത്തിന്റെ അവിടെ ബ്ലാക്ക് ആണെങ്കിൽ എന്താ എഴുതുക? പിക്ചർ നൽകിയിട്ട് ചോദിക്കും. എർത്തിന്റെ അവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇത് എന്താണ്? കറുത്ത വാവ്, അതായത് അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ. ഇവിടെ നോക്കിയേ, എർത്തിന്റെ അവിടെ വെളുത്ത ഭാഗമാണെങ്കിൽ എന്താണ്? എർത്തിന്റെ നേരെ വെളുത്ത ഭാഗമാണെങ്കിൽ എന്താണ്? ഫുൾ മൂൺ ഡേ, പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. അപ്പൊ രണ്ട് ചിത്രം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ന്യൂ മൂൺ ഡേ ഇതൊക്കെ എർത്തിന്റെ ഇവിടെ എന്താണ്? എർത്തിന് നേർക്ക് ബ്ലാക്ക് ആണ്. എർത്തിന്റെ നേർക്ക് ബ്ലാക്ക് ആണെങ്കിൽ അതെന്താ? അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ. എർത്തിന് നേരെ വൈറ്റ് ആണ് എങ്കിൽ, അതായത് പ്രകാശം കാണാൻ പറ്റും, വൈറ്റ് ആണെങ്കിൽ എന്താണ്? ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇത് കറുത്ത വാവ് ദിവസമാണ്. കാരണം ഭൂമിയുടെ അഭിമുഖമായിട്ട് എന്താണ്? ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം കാണുന്നു. ഇവിടെയോ ഭൂമിക്ക് അഭിമുഖമായി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം കാണുന്നു. അപ്പോൾ അതെന്താ വരിക? പൗർണമി, വെളുത്ത വാവ്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ നോക്കിയേ, കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവ് വരികയാണ്. കറുത്ത വാവ് എന്ന് പറയുമ്പോൾ ഒട്ടും കാണുന്നില്ല. അടുത്ത് വീണ്ടും ചന്ദ്രൻ ഭൂമിയെ കറങ്ങുകയാണ്. ഭൂമിയും കറങ്ങുകയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ചന്ദ്രൻ പതിയെ കണ്ടു തുടങ്ങും. കണ്ടോ? ഇത് ഭൂമിയാണ്. ചന്ദ്രനെ പതിയെ കണ്ട് വീണ്ടും എന്താകും? വെളുത്ത വാവായിട്ട് മാറും. ഫുൾ മൂൺ ഡേ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? നോക്കിയേ, ഗ്രോയിങ് ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രസന്റ് ഷേപ്പ് ആണ്. ഇതിനാണ് ക്രസന്റ് എന്ന് പറയുക. ചന്ദ്രക്കലയാണ് ക്രസന്റ് എന്ന് പറയുക. എന്നിട്ട് അവിടെ നിന്ന് എന്താ കണ്ടോ? അത് മൂൺ ആരെ ചുറ്റും? ഭൂമിയെ ചുറ്റും. ഭൂമി സൂര്യനെ ചുറ്റും. അപ്പൊ എന്ത് ചെയ്യും? പതിയെ നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയും. അതാണ് ഇങ്ങനെ പതിയെ ക്രസന്റ് വലുതായി എന്തായി മാറും? ഫുൾ മൂൺ ഡേ ആയിട്ട് മാറും, വെളുത്ത വാവായിട്ട് മാറും. അപ്പൊ ഒരു ചോദ്യം ഇതിൽ നിന്നും ചോദിക്കാനുള്ളത്, കറുത്ത വാവ് കഴിഞ്ഞിട്ട് ഈ ഫുൾ മൂൺ ആവുന്നത് എപ്പോഴും? ഇവിടെ ഫുൾ ആണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് ആണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇത് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ഈ ന്യൂ മൂൺ ഡേ ഫുൾ മൂൺ ഡേ ആയിട്ട് മാറുന്നത്? എത്ര ദിവസം കഴിഞ്ഞായിരിക്കും? ഇവിടെ ന്യൂ മൂൺ ഡേ, അതായത് അമാവാസിയാണ്. അമാവാസി പൗർണമിയായിട്ട് കറുത്ത വാവ് വെളുത്ത വാവായിട്ട് മാറാൻ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാവോ? 14 ദിവസം വേണം. എത്ര ദിവസം വേണം? 14 ഡേയ്സ് വേണം. അപ്പൊ ഈ പിക്ചർ തന്നിട്ട് ഈ വെളുത്ത വാവാകാൻ ഇവിടെ ഇങ്ങനെയായിരിക്കും തരിക. ഇവിടെ എന്ന് പറയുന്നതായിരിക്കും അമാവാസി, കറുത്ത വാവാണ്, ഒന്നും കാണുന്നില്ല, ഒട്ടുമേ കാണുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ വെളുത്ത പൂർണ്ണ ചന്ദ്രനാകുവാൻ, അത് ഫുൾ മൂൺ ഡേ ആകാൻ എത്ര ദിവസം വേണം? 14 ദിവസം. എത്ര ദിവസം വേണം? 14 ദിവസം, 14 ഡേയ്സ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായോ? ഇനി ഒരു വെളുത്ത വാവ് ഇതെന്ത് ചെയ്തു? വീണ്ടും എന്തായിട്ട് മാറുന്നു? കറുത്ത വാവായിട്ട് മാറുന്നു. കറുത്ത വാവിൽ നിന്ന് വീണ്ടും വെളുത്ത വാവായിട്ട് മാറുന്നു. ഈ വൈറ്റിൽ നിന്ന് വീണ്ടും വൈറ്റ് എത്താൻ എത്ര ദിവസം വേണോന്നറിയാവോ? 29.5. 29.5 ദിവസം വേണം. ഓക്കെ, 29.5 ദിവസം വേണം. എന്തിനാ? ഈ ഒരു വെളുത്ത മൂണിൽ നിന്ന് ഫുൾ മൂൺ ഡേന്ന് വീണ്ടും ഒരു ഫുൾ മൂൺ ഡേ ആവാൻ. വെളുത്ത വാവിൽ നിന്ന് വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 29.5, 29.5 ദിവസം. ഇനി കറുത്ത വാവിൽ നിന്ന് ഇതുപോലെ വന്ന് വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 14 ദിവസം, 14 ഡേയ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കറുത്ത വാവ്, വെളുത്ത വാവ്, അതായത് കറുത്ത വാവ് എന്ന് പറയുന്ന അമാവാസി, ഭൂമിക്ക് നേരെ ബ്ലാക്ക് ആയിരിക്കും. പൗർണമി, വെളുത്ത വാവ് എന്ന് പറഞ്ഞ ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് നേരെ വൈറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ?
മനസ്സിലായില്ലേ? അതാണ് ടീച്ചർ പറഞ്ഞത്, ഭൂമിക്ക് നേരെ വൈറ്റ്. പിക്ചർ തന്നാൽ ക്ലിയർ ചെയ്യാൻ അറിയാലോ. ഇതുപോലൊരു പിക്ചർ തന്നാൽ ഇതൊരു ബ്ലാക്ക് ആണ്, കറുത്ത വാവാണ്. അതായത് ന്യൂ മൂൺ ഡേ ഫുൾ മൂൺ ഡേ ആവാൻ എത്ര ദിവസം വേണം? 14 days, 14 ദിവസം. ഇനി വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിൽ പോയി വീണ്ടും വെളുത്ത വാവാകാൻ എത്ര ദിവസം വേണം? 29.5 days, 29 ദിവസം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? യെസ്. എക്സാമിന് പഠിച്ചിട്ട് പോവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലാൻഡ് ഓഫ് ആർട്സ്, കലകളുടെ നാട്ടിൽ നിന്നും പഠിച്ചിട്ട് പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വേരിയസ് ആർട്ട് ഫോം ഓഫ് അവർ സ്റ്റേറ്റ്, നമ്മുടെ കേരളത്തിലെ പ്രധാന ആർട്ട് ഫോംസ്, കലകൾ. ഈ കലകളുടെ പേര് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ചാക്യാർ കൂത്ത്. എന്താ? ചാക്യാർ കൂത്ത്. കേരളത്തിലെ കലകളാണ് കേട്ടോ, ചാക്യാർ കൂത്ത്. ഇതെന്താണെന്നറിയാവോ? മാർഗം കളി. എന്താ? മാർഗം കളി. ഇതോ? കൂടിയാട്ടം. കൂടിയാട്ടം. ഇത് മാത്രമാണെങ്കിൽ കഥകളി. ഇതാ നോക്കിയേ, ഇതെന്താണ്? കൂടിയാട്ടം. ദഫ്മുട്ട്. ഇതെന്താ? ദഫ്മുട്ട്. തെയ്യം. ഇതെന്താണ്? തെയ്യം. കുമ്മാട്ടി. ഇതെന്താണ്? കുമ്മാട്ടി. ഒപ്പന. ഇതിനെന്താ പറയാ? ഒപ്പന. മോഹിനിയാട്ടം. ഇതെന്താണ്? മോഹിനിയാട്ടം. ഇത് പടയണി. എന്താ? പടയണി. ഇതെല്ലാം വേരിയസ് ആർട്ട് ഫോം ആണ്. നമ്മുടെ സ്റ്റേറ്റിലെ വേരിയസ് ആർട്ട് ഫോം, പല വിധത്തിലുള്ള വിവിധമായ കലകളാണ്. ഏതൊക്കെയാണ്? ചാക്യാർ കൂത്ത്, മാർഗംകളി, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി. തെറ്റില്ലല്ലോ? ചിത്രം നൽകിയിട്ടുണ്ടാവും. ചിത്രത്തിന് താഴെ നിങ്ങൾ എന്തു ചെയ്യണം? ഇതിന്റെ പേരാണ് എഴുതാനുള്ളത്. പേരെഴുതാൻ മറക്കില്ലല്ലോ. ഇതെന്താണ്? ദഫ്മുട്ട്. ഇതെന്താണ്? കുമ്മാട്ടി. ഇതോ? ഒപ്പന. ഇതോ? ചാക്യാർ കൂത്ത്. ഇതോ? മാർഗം കളി. ഇതെന്താണ്? കൂടിയാട്ടം, തെയ്യം, പടയണി, മോഹിനിയാട്ടം. തെറ്റില്ലല്ലോ? അടുത്ത് ചോദിക്കുന്നതാണ് എൻ്റെ നാട്ടിലെ കളികൾ. നാടൻ കളികൾ അറിയാലോ. ഗെയിംസ് ഇൻ മൈ ലൊക്കാലിറ്റി. നമ്മുടെ നാട്ടിലെ കളികൾ എന്ന് പറഞ്ഞാൽ നാടൻ കളികൾ. കബഡി, ഓലപ്പന്തുകളി, കോഴിയും കുറുക്കനും, പുലികളി, സ്വിങ്ങിങ്, കുട്ടിയും കോലും, കണ്ണുകെട്ടിക്കളി. എന്തൊക്കെയാ? കബഡി, ഓലപ്പന്തുകളി, കോഴിയും കുറുക്കനും കളി, പുലിക്കളി, ഊഞ്ഞാലാട്ടം, കുട്ടിയും കോലും, കണ്ണുകെട്ടിക്കളി. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കളിക്കുന്ന കളികൾ അറിയാലോ. എഴുതാൻ അറിയില്ലേ? അറിയാം. അതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കോക്കനട്ട് ലീഫ് ടോയ്സ്. ഓല ഉപയോഗിച്ച് എന്തെല്ലാം നിർമ്മിക്കാം? ഓല ഉപയോഗിച്ച് എന്തെല്ലാം നിർമ്മിക്കാം? ബോൾ, ഓലപ്പന്ത്. ബോൾ എന്ന് പറഞ്ഞാൽ ഓലപ്പന്ത്. ലീഫ് സ്നാക്ക്, ഓലപ്പാമ്പ്. ലീഫ് പീപ്പി, ഓലപ്പീപ്പി. ലീഫ് ബേർഡ്, ഓലപ്പക്ഷി. ലീഫ് വാച്ച്, ഓല വാച്ച്. ലീഫ് ടോപ്പ്, ഓലപ്പമ്പരം. ലീഫ് സ്പെക്ടക്കിൾസ്, ഓലക്കണ്ണാടി. ഇപ്പോൾ ഓല വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? സ്നേക്ക്, ബോൾ, പീപ്പി, ബേർഡ്, വാച്ച്, ടോപ്പ്, സ്പെക്ടക്കിൾസ്. എന്തൊക്കെയാ? പന്ത്, പാമ്പ്, പീപ്പി, പക്ഷി, വാച്ച്, പമ്പരം, കണ്ണാടി. ഓർമ്മയിരിക്കുമല്ലോ? ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ട് ഏതൊക്കെയാണ്? ടെമ്പിൾ ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട ആർട്ട്: ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം, ചെണ്ടമേളം, ചാക്യാർ കൂത്ത്, പഞ്ചവാദ്യം, ദഫ്മുട്ട്. ഇതെല്ലാം ടെമ്പിൾ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം, ചെണ്ടമേളം, ചാക്യാർ കൂത്ത്, പഞ്ചവാദ്യം, ദഫ്മുട്ട്. അപ്പൊ ആഘോഷങ്ങളുമായി, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, അത് അറിയാലോ. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ആർട്ട് ഫോം റിലേറ്റഡ് ടു ഫെസ്റ്റിവൽസ്. ഇത് ടെമ്പിൾ ഫെസ്റ്റിവൽസ്. ഉത്സവങ്ങൾ ഇതാണെങ്കിലോ ആഘോഷം. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാ? ആർട്ട് ഏതൊക്കെയാ? തിരുവാതിര. ഓണത്തിന് തിരുവാതിര കളിക്കില്ല.
തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ടുകളി. എന്തൊക്കെയാ? തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ടുകളി. തെറ്റില്ലല്ലോ. ഇതെന്താണ്? കഥകളി. കഥകളി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എന്താ? കൂടിയാട്ടം കണ്ടായിരുന്നു. ഓർമ്മിക്കുന്നുണ്ടോ? ഒരുമിച്ചുള്ളത്. യെസ്, കൂടിയാട്ടം. കഥകളി. ഇത് കഥകളിയാണ്. ഒറ്റയ്ക്കാണെങ്കിൽ കഥകളി. കഥകളി ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് കേരള. കേരളത്തിലെ കലയാണ് കഥകളി. കേരളത്തിലെ കലാരൂപമാണ് കഥകളി. ഇൻ കഥകളി, ഡാൻസ്, ആക്ടിംഗ്, മ്യൂസിക് ആൻഡ് ദ മുദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കഥകളിയിൽ ഡാൻസിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കഥകളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ആർട്ടിൽ കിങ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ് കേട്ടോ. ആർട്സിന്റെ കിങ് ഓഫ് ആർട്സ്. ആർട്സിന്റെ കിങ് അറിയപ്പെടുന്നത് ആരാ? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? കഥകളി. ഇത് ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. കഥകളി കേരളത്തിലെ ആർട്ട് ഫോമാണ്. ഡാൻസിനും ആക്ടിങ്ങിനും മ്യൂസിക്കിനും മുദ്രയ്ക്കും ഒരേ പ്രാധാന്യമാണ്. പിന്നെ കഥകളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിങ് ഓഫ് ആർട്സ്. ഈ പാഠത്തിൽ നമ്മൾ ആർട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ആർട്സിന്റെ കിങ് എന്നറിയപ്പെടുന്നത് ആരാ? കഥകളി. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാണ് തിരുവാതിര. തിരുവാതിര എന്ന് പറയുന്നത് ധനുമാസത്തിലാണ് കളിക്കുന്നത്. തിരുവാതിര ഏത് മാസത്തിലാണ്? മന്ത് ഓഫ് ധനു. തിരുവാതിര എപ്പോഴാണ്? മന്ത് ഓഫ് ധനു. ധനുമാസം. ധനു എന്ന് പറഞ്ഞാൽ മലയാള മാസം. ജനുവരി, ഫെബ്രുവരി അതല്ല, മലയാള മാസം. അതിലുള്ള ധനുമാസത്തിലാണ് തിരുവാതിര കളിക്കുന്നത്. തിരുവാതിര കളിക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ വേഷം ധരിക്കണം. ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. വുമൺ വെയർ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. തിരുവാതിര കളിക്കുന്നവർ എന്താ ചെയ്യേണ്ടേ? കേരളീയ വേഷം ധരിക്കണം. ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ് ധരിക്കണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡെക്കറേറ്റ് ദെയർ ഹെയർ വിത്ത് ദശപുഷ്പം. അവർ മുടിയിൽ എന്ത് കെട്ടണം? ദശപുഷ്പം ചൂടണം. അവർ അവരുടെ മുടിയിൽ ദശപുഷ്പം ചൂടണം. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ധനുമാസത്തിലാണ് തിരുവാതിര കളിക്കുന്നത്. സ്ത്രീകളാണ് കളിക്കുന്നത്. കേരളീയ വേഷം, ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ് ആണ് ധരിക്കേണ്ടത്. തലമുടിയിൽ എന്ത് വയ്ക്കണം? ദശപുഷ്പം ചൂടണം. ഡെക്കറേറ്റ് ദെയർ ഹെയർ വിത്ത് ദശപുഷ്പം. ഓക്കെ, മറക്കില്ലല്ലോ. ഇതാണ് തിരുവാതിര. അടുത്ത് തുള്ളൽ, ഓട്ടൻ തുള്ളൽ. തുള്ളൽ എന്നും ഓട്ടൻ തുള്ളൽ. തുള്ളലിൽ 3 ഇതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓട്ടൻ തുള്ളൽ. തുള്ളൽ എന്ന കലാരൂപത്തിന് സ്റ്റാർട്ട് ചെയ്ത്, തുള്ളൽ എന്ന കലാരൂപം കണ്ടുപിടിച്ചത് ആരാണെന്നറിയാവോ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ഫൗണ്ടഡ് തുള്ളൽ. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ തുള്ളൽ എന്ന കലാരൂപം, ഇതാണ് തുള്ളൽ. കണ്ടോ? ഈ തുള്ളൽ എന്ന കലാരൂപം തുടങ്ങിയത് ആരാ? കുഞ്ചൻ നമ്പ്യാർ. തെറ്റില്ലല്ലോ. ആരാ? കുഞ്ചൻ നമ്പ്യാർ. സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്താ? ഇവിടെയുള്ള ഈവിൽസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ തിന്മകൾ, അതിനെന്ത് ചെയ്യുന്നു? ഹ്യൂമറാക്കി അവതരിപ്പിക്കുന്നതാണ്. കളിയായി, അത് നർമ്മരസം ചിരിപ്പിച്ചുകൊണ്ട് അതിനെ അവരെ പരിഹസിക്കുന്നതാണ് ഈ ഓട്ടൻതുള്ളൽ. ഈ തുള്ളൽ എന്ന് പറയുന്നത്, തുള്ളൽ 3 തരത്തിലുണ്ട്. 1 ഓട്ടൻതുള്ളൽ, 2 പറയൻ തുള്ളൽ, 3 ശീതങ്കൻ തുള്ളൽ. തുള്ളൽ എത്ര വിധമുണ്ട്? തുള്ളൽ ഈസ് ഓഫ് 3 ടൈപ്സ്. ഏതൊക്കെയാ? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, അടുത്തതെന്താ? ശീതങ്കൻ അല്ലെങ്കിൽ സീതങ്കൻ. ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇങ്ങനെ തുള്ളൽ 3 വിധമുണ്ട്. തുള്ളൽ കണ്ടുപിടിച്ചത് ആരാ? കുഞ്ചൻ നമ്പ്യാർ. ആരാ? കുഞ്ചൻ നമ്പ്യാർ. തെറ്റില്ലല്ലോ. കഥകളി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. കഥകളി കിങ് ഓഫ് ആർട്സ്, കലകളുടെ രാജാവാണ്. കുഞ്ചൻ നമ്പ്യാർ കണ്ടുപിടിച്ചതാണ് തുള്ളൽ. തുള്ളൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഓട്ടൻ തുള്ളൽ,
പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 വിധമുണ്ട്. തെറ്റോ? ഇല്ല. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. അതോടൊപ്പം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. ഓണം ഈസ് ഓൾസോ എ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ ഓണം എന്ന് പറയുന്ന നാഷണൽ ഫെസ്റ്റിവലുമാണ്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവലുമാണ്. ഓണം എന്തൊക്കെയാണ്? നാഷണൽ ഫെസ്റ്റിവൽ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. ദേശീയ ഉത്സവമാണ്, വിളവെടുപ്പ് ഉത്സവമാണ്. ഓണം ദേശീയ ഉത്സവവുമാണ്, വിളവെടുപ്പ് ഉത്സവവുമാണ്. അപ്പൊ വിളവെടുപ്പ് ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഓണം. ദേശീയ ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഓണം. ഓണം നാഷണൽ ഫെസ്റ്റിവലുമാണ്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വിളവെടുപ്പ് ഉത്സവമാണ്. അടുത്ത് കോൽകളി. കോൽകളി എന്ന് പറഞ്ഞാൽ ആ ആർട്ട് എന്ന് പറയുന്നത് സിങ് ടുഗദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദ സോങ്. അവർ ഒരുമിച്ച് പാടി വട്ടത്തിലാണ് കേട്ടോ. ഡാൻസ് ഇൻ എ സർക്കിൾ. പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ. അവർ വട്ടത്തിലാണ്. തിരുവാതിരയും വട്ടത്തിലാണ്, അതുപോലെ കോൽകളിയും വട്ടത്തിലാണ്. എന്നിട്ടോ ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും തമ്മിലുള്ള കോലുകളുണ്ട്, സ്റ്റിക്സ്. കോലുകൾ തമ്മിൽ അടിച്ച് കളിക്കുന്നതാണ് കോൽകളി. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. കണ്ടോ കോല് കണ്ടോ? ഈ കോല് വെച്ച് അടിച്ച് കളിക്കുന്നതാണ് കോൽകളി. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. അത് മറക്കരുത്. കോൽകളി, ബീറ്റിംഗ് ദ സ്റ്റിക്സ്. സർക്കിളിലായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അവർ പാടും, ഡാൻസ് ചെയ്യും, സർക്കിളായിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം എന്തും ചെയ്യും? ബീറ്റിംഗ് ദ സ്റ്റിക്സ്. കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. ഇനി അപ്പോൾ നമ്മൾ കുറച്ച് കളികൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചെന്ന് ഓർമ്മിക്കുന്നുണ്ടല്ലോ? കഥകളി പഠിച്ചു, ഓട്ടം തുള്ളൽ പഠിച്ചു, തിരുവാതിര കളി പഠിച്ചു, ഇപ്പോൾ കോൽക്കളിയും നമ്മൾ പഠിച്ചു. ഇനി എന്താണെന്ന് അറിയാവോ? ഇവിടെ കാണുന്നുണ്ട്, ഒരു പ്രതിമ പോലെ കാണുന്നുണ്ടോ? ഇവിടെ എന്ത് കാണുന്നു? പിക്ചേഴ്സ് കാണുന്നല്ലേ? ഇത് 2 കലകളാണ്. ഇത് ശില്പകല, ഇത് ചിത്രകല. പറഞ്ഞേ, ഇത് ചിത്രം, ചിത്രകല. ഇത് ശില്പം, ശില്പകല. അപ്പൊ ഇതിൽ 2 കലകളുണ്ട്. ഏതൊക്കെയാ? ചിത്രകല, ശില്പകല. ഇത് നിങ്ങൾ പഠിപ്പിക്കാനാണ് ഇത് ടീച്ചർ ഈ പിക്ചർ എടുത്തിട്ടുള്ളത്. ഇതെന്താണ്? ചിത്രകല. ഇതെന്താണ്? ശില്പകല. അപ്പോ കേരളത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിന്ററും ആർട്ടിസ്റ്റും ഉണ്ട്. ആരാണെന്നറിയാമോ? രാജാ രവിവർമ്മ. ആരാ? രാജാ രവിവർമ്മ. ഈ ചിത്രം കാണിച്ചിട്ട് ഇത് ആരാണ് വരച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഈ കാണുന്നത്. കണ്ടോ? ഇതാരാണ് വരച്ചത്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ എന്തിലാണ് പ്രശസ്തിയുള്ളത്? പെയിന്റർ ആൻഡ് ആർട്ടിസ്റ്റ്. ചിത്രകലയിലാണ് കേട്ടോ, ചിത്രകല. രാജാ രവിവർമ്മ ചിത്രം വരയ്ക്കുന്നതിൽ, ചിത്രം വരച്ച് പെയിന്റ് ചെയ്യുന്നതിൽ. അപ്പോൾ ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാണ് അല്ലേ? പെയിന്റ് ചെയ്യുന്ന പെയിന്ററാണ്. അപ്പൊ പെയിന്റർ ആൻഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് രാജാ രവിവർമ്മ. ഓക്കെ, വരച്ച് പെയിന്റ് ചെയ്യുക. അപ്പൊ ആർട്ടിസ്റ്റ് ആൻഡ് പെയിന്ററും ആണ് രാജാ രവിവർമ്മ. ചിത്രകല എന്താ? ചിത്രകലയിൽ പ്രശസ്തനാണ് രാജാ രവിവർമ്മ. ഇതാര് വരച്ച ചിത്രമാണ്? രാജാ രവിവർമ്മ. തെറ്റില്ലല്ലോ. രാജാ രവിവർമ്മ കേരളീയനാണോ? അതെ, കേരളീയനാണ്. ഇനി സോങ്, മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുന്ന ആർട്ടിൽ പ്രശസ്തരായ 2 ആളുകളാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ആരൊക്കെയാ? ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാൾ. അപ്പോൾ മ്യൂസിക്കിൽ പ്രശസ്തിയുള്ള ആൾക്കാരാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ഏത് കലയിലാണ്? മ്യൂസിക്. അപ്പോൾ ചിലപ്പോൾ മാച്ച് ചെയ്യാനുണ്ടാകും. സ്വാതി തിരുനാളും ഇരയിമ്മൻ തമ്പിയും ഏത് ഫീൽഡാണ്? ഏത് ആർട്ടാണ്? മ്യൂസിക്. തെറ്റില്ലല്ലോ. സംഗീതം. ഏതാ? സംഗീതം. ഇരയിമ്മൻ തമ്പിയുടെ ഒരു പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഈ ഗാനം കേട്ടിട്ടുണ്ടോ? ഈ ഗാനം ആരാ എഴുതിയെന്നറിയാവോ? ഇരയിമ്മൻ തമ്പിയാണ്. ആരാണ്? ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഇതാരെഴുതിയതാ? ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി എന്തിലാണ് പ്രശസ്തൻ? സാഹിത്യ സംഗീത രംഗം, സംഗീതം. ഓക്കെ. സ്വാതി തിരുനാളും സംഗീതജ്ഞനാണ്. എന്താണ്? മ്യൂസിക് ആണ്, മ്യൂസിക് ഫീൽഡാണ് കേട്ടോ സ്വാതി തിരുനാളും. 500-ൽ കൂടുതൽ ഗാനങ്ങൾ
സ്വാതി തിരുനാൾ എഴുതിയിട്ടുണ്ട്. സ്വാതി തിരുനാളും എന്തിൽ പ്രശസ്തനാണ്? മ്യൂസിക്. ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും ഏത് ആർട്ടിലാണ് പ്രശസ്തരായിട്ടുള്ളത്? മ്യൂസിക്. ഓമനത്തിങ്കൽ കിടാവോ ആരെഴുതിയതാണ്? ഇരയിമ്മൻ തമ്പി. തെറ്റില്ലല്ലോ. രാജാവായിരുന്ന സംഗീതജ്ഞനാണ് സ്വാതി തിരുനാൾ. ഇത് രാജാവാണ് കേട്ടോ. സ്വാതി തിരുനാൾ രാജാവായിരുന്നു. അതോടൊപ്പം അയാൾ എന്തായിരുന്നു? സംഗീതജ്ഞനുമായിരുന്നു. മ്യൂസിക് ഫീൽഡിലുള്ള ആളുമായിരുന്നു. അടുത്ത നാടൻ പാട്ടുകൾ. നാടൻ പാട്ടെന്ന് തലമുറയായി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങൾ. നമ്മുടെ ഒരു നാട്ടിൽ പാടുന്ന ഒരു ഗ്രാമത്തിൽ പാടുന്ന ഗാനമാണ്. ആ ഗ്രാമത്തിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. അതാണ് നാടൻ പാട്ടുകൾ. ഫോക്ക് സോങ്. ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ ഫോക്ക് സോങ്സ് ആർ ദ സോങ്സ് ഓഫ് ലൊക്കാലിറ്റി that are passed from one generation to another. ലൊക്കാലിറ്റിയിൽ പാടുന്ന ഓരോ ലൊക്കാലിറ്റിയിലും പാടുന്ന പാട്ടാണ് ഫോക്ക് സോങ്. ഞാറ്റുപാട്ട് എന്ന് പറയുന്നത് ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. എന്താ ഞാറ്റുപാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. പുഞ്ചാരപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. ഞാറ് നടുമ്പം പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. തെറ്റില്ലല്ലോ. ഓക്കെ, അടുത്തതാണ് വടക്കൻ പാട്ട്. വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാല് തച്ചോളി ഉദയനനും ഉണ്ണിയാർച്ചയും അംഗം വെട്ടും. കണ്ടോ, അംഗം വെട്ടുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അംഗം വെട്ടുമ്പോൾ ആ കാര്യത്തെ വർണ്ണിക്കുന്ന പാട്ടുകളായിരുന്നു വടക്കൻ പാട്ടുകൾ. ഓക്കെ, അംഗം ആരൊക്കെ തമ്മിൽ? തച്ചോളി ഉദയനനും ഉണ്ണിയാർച്ചയും തമ്മിലുള്ള അംഗത്തെ കുറിക്കുന്ന പാട്ടുകളായിരുന്നു വടക്കൻ പാട്ടുകൾ. ഇനി മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് കേരളത്തിൽ ആരാണ് പരിചയപ്പെടുത്തിയതെന്ന് അറിയാവോ? മോയിൻകുട്ടി വൈദ്യർ. ആരാ? മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിനെ കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. കേരള സമൂഹത്തിന് മാപ്പിളപ്പാട്ട് പരിചയപ്പെടുത്തിയത് ആരാ? മോയിൻകുട്ടി വൈദ്യർ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെ കലകളെ കുറിച്ചുള്ള പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായല്ലോ. കഥകളി എന്ന് പറയുന്നത് കിങ് ഓഫ് ആർട്സ് ആണ്. തുള്ളൽ ആരാണ്? തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയെന്നറിയാലോ? ശീതങ്കൻ, പറയൻ, ഓട്ടൻ തുള്ളൽ. അതുപോലെ തിരുവാതിര എന്ന് പറയുന്നത് ഏത് മാസത്ത് കളിക്കുന്നതാണ്? ധനുമാസത്തിൽ. തലയിൽ ദശപുഷ്പം ചൂടണം. കേരളത്തിലെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ധരിക്കണം. കേരളീയ വേഷം ധരിക്കണം. കോൽക്കളി എന്ന് പറഞ്ഞാൽ സ്റ്റിക്സ് അടിച്ച് പാടുന്നതാണ് കോൽക്കളി. അടുത്തെന്താണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച? ചിത്രകല, ശില്പകല. ചിത്രകലയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കേരളീയനാണ് ആരാ? രാജാ രവിവർമ്മ. വരച്ച ചിത്രം ഓർമ്മയുണ്ടല്ലോ. മ്യൂസിക് ഫീൽഡിൽ പ്രധാനപ്പെട്ട 2 പേരാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ഇനി ആഘോഷങ്ങളിലുള്ള ആർട്ട് ഏതൊക്കെയാണ്? ടെമ്പിളിലുള്ള ടെമ്പിൾ ഫെസ്റ്റിവലിലുള്ള ആർട്സ് ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ നോക്കി. നാടൻ കളികൾ നോക്കി. ഓല ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ടോയ്സ് നോക്കി. ഇതൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.